ലൂക്കോസ് 10:18-28 വരെ. അവൻ അവരോട്, സാത്താൻ നിന്നെപ്പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിപ്പീൻ. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ചു, പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിൽ നിന്നും ഭൂമിക്കും കർത്താവായുള്ളവയെ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്കും ഉൾപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എൻ്റെ പിതാവ് സകലവും എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവൻ എന്നു പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നതുമില്ല. പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ്, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറെ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ട് കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾക്കാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, നീ ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവൻ അവരോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്ന് തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു.